ഇവിടെ ഒരാൾ അവന്റെ മകൾക്ക് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് പുറത്തു വന്നപ്പോൾ അവന്റെ കാർ ടോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് അവൻ കാണുന്നു. പോലീസിന്റെ അടുത്ത് ചെന്ന് അവിടെ നോ പാർക്കിങ്ങിന്റെ ബോർഡ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്യുന്നു. അവരതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ ഫൈൻ വാങ്ങിച്ചിട്ട് അവനെ അയക്കുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവൻ ബർത്ത്ഡേക്ക് ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും അവനോട് ദേഷ്യപ്പെടുന്നു. അടുത്ത ദിവസവും അവൻ ആ പോലീസുകാരോട് ചെന്ന് ആർഗ്യൂ ചെയ്യുന്നു. അവൻ ഫ്രസ്ട്രേറ്റ് ആയി അവിടെ ഇരുന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് എല്ലാം നശിപ്പിക്കുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അത് ന്യൂസിലും വരുന്നു. ഇതൊക്കെ കണ്ട അവൻ വൈഫ് ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യുന്നു. അവന്റെ ബോസ് അവനെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നു. ആ ഒരു ന്യൂസ് കാരണം അവൻ എവിടെ ചെന്നാലും അവന് ജോലി കിട്ടുന്നില്ല. ഒരു ദിവസം അവൻ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തു വന്ന് നോക്കിയപ്പോൾ പിന്നെയും അവന്റെ കാർ ടോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. അവൻ ഈ ഫൈൻ പേ ചെയ്തിട്ട് കാർ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത ദിവസം അവൻ നോ പാർക്കിംഗ് ബോർഡ് ഉള്ളിടത്ത് തന്നെ കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റിലുള്ള റെസ്റ്റോറന്റിൽ നോക്കിയിരിക്കുന്നു. പോലീസ് അവന്റെ വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകുന്ന കാണുന്നു. കാറിന്റെ അകത്ത് അവൻ ബോംബ് വെച്ചത് കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന ഉടനെ ബോംബ് ബ്ലാസ്റ്റ് ആകുന്നു.